ഹായ്, നമസ്കാരം. ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം ഒരു ചോയ്സ് ആണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും അതോടൊപ്പം തന്നെ അഭിവൃദ്ധിയും ഉണ്ടായിക്കൊണ്ട് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം നേടിക്കൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ അവസ്ഥയെ ഓർത്ത് നിരാശപ്പെട്ടുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് നമുക്ക് ഞാൻ ഇങ്ങനെ ആയതിന്റെ കാരണം മറ്റുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരിൽ പഴിചാരിക്കൊണ്ട് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടും നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. ജീവിതം നമ്മുടേതാണ്, ചോയ്സും നമ്മുടേതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ജീവിതം എങ്ങനെ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും? അതെ, ഇന്ന് ശാസ്ത്രം അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, വി ക്യാൻ മാനിഫെസ്റ്റ്. നമ്മൾക്ക് നമ്മുടെ ലോകം സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാനായിട്ട് സാധിക്കും. ഇതൊക്കെ വെറും വാക്കുകൾ കൊണ്ട് പറയുന്നതല്ല. ഇതൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് പലരും ചിന്തിച്ചേക്കാം. അതല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നടക്കത്തില്ല. നേരെ മറിച്ച് ഈ പറയുന്ന രീതിയിൽ ഞാനൊന്ന് പ്രവർത്തിച്ചാൽ ഇത് നടക്കാനുള്ളൊരു സാധ്യതയില്ലേ, ഇത് നടക്കത്തില്ലേ, ഇത് നടക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നമുക്ക് നിരാശ ഉണ്ടാകുന്നത് അതല്ലെങ്കിൽ ദുഃഖം ഉണ്ടാകുന്നതിന്റെ പല കാരണങ്ങൾ കൊണ്ടാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ പറയാം, അതൊരു കമ്പാരിസൺ. നമ്മൾ നമ്മളുടെ ജീവിതത്തെ നമ്മളെക്കാളും മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്നവരുടെ ജീവിതവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ അവർക്കൊക്കെ സന്തോഷത്തോട് ജീവിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അവർ ആരോഗ്യത്തോട് ജീവിക്കുന്നു, അല്ലെങ്കിൽ അവർ സമ്പത്തോടുകൂടി ജീവിക്കുന്നു. ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല, എന്റെ അവസ്ഥ ഇതായിപ്പോയി, ഇങ്ങനെയാണ് എന്റെ ബന്ധുക്കളും എന്റെ ജീവിത പങ്കാളിയും എന്റെ മക്കളും ഒക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യായീകരണം പറഞ്ഞുകൊണ്ടിരിക്കാം. ഇവിടെ നമ്മളുടെ ജീവിതം നമ്മൾ മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ്. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിരാശയ്ക്കും ദുഃഖത്തിനും കാരണമാകും. അത് എന്നും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നേരെ മറിച്ച് നമ്മളെക്കാളും താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ ഈ ഭൂമുഖത്തുണ്ട്. അവരെക്കാളും ഞാൻ എത്രയോ മെച്ചപ്പെട്ടതാണ്. ഇനി എന്നെക്കാളും മെച്ചപ്പെട്ട ആൾക്കാരും ഒക്കെ ഉണ്ട്. എന്റെ ജീവിതവും എനിക്ക് മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു. എന്റെ സമ്പത്ത് എനിക്ക് മെച്ചപ്പെടുത്തണം, എന്റെ ആരോഗ്യം എനിക്ക് മെച്ചപ്പെടുത്തണം, എന്റെ ജീവിത സാഹചര്യങ്ങളും എന്റെ ബന്ധങ്ങളും സൗഹൃദങ്ങളും എനിക്ക് മെച്ചപ്പെടുത്തണം. ഇങ്ങനെ നമ്മളൊന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിലോ, അപ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ എന്താണ്, നമ്മൾക്ക് വേണ്ടുന്നത് എന്താണ്, അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മളൊരു സമയം ഫിക്സ് ചെയ്തുകൊണ്ട്, ഉദാഹരണത്തിന് ഒരു 6 മാസത്തിനുള്ളിൽ, അതല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ, അതും അല്ലെങ്കിൽ ഒരു 5 വർഷത്തിനുള്ളിൽ, ഇങ്ങനെ 3 വ്യത്യസ്തങ്ങളായിട്ടുള്ള കാലാവധി വെച്ചുകൊണ്ട്, ഷോർട്ട് ടൈം ഉണ്ട്, മിഡ് ടൈം ഉണ്ട്, ലോങ് ടൈം ഉണ്ട്. ഈ 3 കാലാവധിയിലും നമുക്ക് നേടാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു പട്ടിക തയ്യാറാക്കിയിട്ട് ഇത് നേടുവാനായിട്ട് നമ്മൾ ഓരോ ദിവസവും പരിശ്രമിക്കുകയാണെങ്കിൽ, ഓരോ മണിക്കൂറിലും നമ്മൾ അതിനുവേണ്ടി ചിന്തിക്കുകയും അത് നേടിയെടുക്കാനായിട്ട് എങ്ങനെ എനിക്ക് സാധിക്കുമെന്ന് ആലോചിച്ച് വ്യക്തമായ ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ട്, അത് ആവശ്യമാണ്. ഒരു പ്ലാൻ നമുക്ക് വേണം, ഒരു ബ്ലൂ പ്രിന്റ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ചിത്രം നമ്മൾ തയ്യാറാക്കിയതിനു ശേഷം നമ്മൾക്ക് എന്തൊക്കെയാണോ വേണ്ടുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണോ അവയുടെ എല്ലാം ചിത്രങ്ങൾ, വളരെ മനോഹരമായ നിറത്തോടു കൂടിയുള്ള ചിത്രങ്ങൾ നമ്മൾ ഒരു ബോർഡിൽ ഒന്ന് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു വിഷൻ ബോർഡാണ്. ആ ബോർഡിലുള്ള ചിത്രങ്ങളൊക്കെയും നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നേടിയെടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ആ വിഷൻ ബോർഡിലുള്ളത്. അത് ഓരോന്നും നമ്മുടെ മനസ്സിൽ അടിയുറച്ചു കഴിഞ്ഞാൽ ഇതെനിക്ക് നേടിയെടുത്തേ പറ്റൂ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോൾ മുതൽ രൂപപ്പെടുന്നോ അപ്പോൾ മുതൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഓരോന്നും നേടിയെടുക്കുന്നതിനുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വരും. ഒരുപക്ഷെ ചില നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ വരെ ഉണ്ടാകും. വേണ്ടുന്നത് നമ്മളുടെ മനോഭാവത്തിലുള്ള ഒരു മാറ്റമാണ്, നമ്മുടെ ചിന്തയിലുള്ള മാറ്റമാണ്. എനിക്ക് മെച്ചപ്പെടാനായിട്ട് സാധിക്കും, എനിക്ക് മെച്ചപ്പെടുവാനുള്ള കഴിവുണ്ട്, അതിനുള്ള മനസ്സും ബുദ്ധിയും ആരോഗ്യവും എനിക്കുണ്ട്. ഞാനൊന്ന് ചിന്തിച്ചാൽ മതി, ഞാനൊന്ന് പ്രവർത്തിച്ചാൽ മതി. ഇത് കാരണം എന്റേതാണ് ജീവിതം, എന്റേതാണ് തീരുമാനം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും ഈ ലഘു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ആദ്യം ഒന്ന് ലിസ്റ്റ് തയ്യാറാക്കി, ഇതൊരു കാലാവധി വെച്ചുകൊണ്ട് അതിനൊരു വിഷൻ ബോർഡ് തയ്യാറാക്കി, ഇതിനു വേണ്ടി എങ്ങനെ ഇതൊക്കെ നേടിയെടുക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ച് ആദ്യ സഹായം എനിക്ക് വേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി പ്രവർത്തിച്ചു തുടങ്ങിക്കൊള്ളു. ഉറപ്പായിട്ടും
6 മാസത്തിനുള്ളിൽ, 1 വർഷത്തിനുള്ളിൽ, 5 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒക്കെയും സഫലമായിരിക്കും.